ഹേ ഗൈസ്, ഞാൻ പിന്നെയും വന്നു. റമദാൻ, ലൂനാർ ന്യൂ ഇയർ, അതുപോലെ തന്നെ കാർണിവൽ ക്യാമ്പയിൻ, ഈ ഒരു 3 ക്യാമ്പയിനും 3 റീജിയൻസിനും കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് നമുക്ക് 3 ഷോർട്ട് ടൈം കാർഡ്സ് ആണ് കൊണാമി തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് ഈ ആഴ്ചയാണ് അൺലോക്ക് ആയി കിട്ടിയത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മുടെ ക്യാമ്പയിൻ ഹബ്ബ് ഈ ആഴ്ച അൺലോക്ക് ആയിട്ടുണ്ട്. സോ ഇതിൽ ഞാൻ ഏത് കാർഡാണ് സൈൻ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ നിങ്ങൾ ഏത് കാർഡ് ചൂസ് ചെയ്താലായിരിക്കും നിങ്ങൾക്ക് സ്യൂട്ട് ആവുക എന്നുള്ളതും നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകണം. അപ്പൊ എങ്ങനെ വീഡിയോയിലേക്ക് പോകല്ലേ? ഈ ഒരു പാക്കിന്റെ ഡീറ്റെയിൽസും സ്റ്റാറ്റ്സും പുറത്തു വന്ന സമയത്ത് അധികം ആൾക്കാരൊന്നും നെറ്റ് കൊടുക്കുക ചെയ്തത്. പിന്നെ കൊണാമി ഫ്രീ ആയിട്ട് തരുന്നതാണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ഓരോ കാർഡ്സ് ആയിട്ട് എടുത്ത് ഓരോന്നിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു സേഫ് കാർഡിനെ കുറിച്ച് സംസാരിക്കാം. സെമി കിലിസോയ്, പ്രൊനൗൺസിയേഷൻ ഒന്നും കറക്റ്റാണെന്ന് അറിയില്ല. ഗോൾഡ് പൗച്ചറാണ്. അത്യാവശ്യം വേണ്ട സ്റ്റാറ്റ്സും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. കിക്കിംഗ് പവറാണ് കുറച്ചൊരു കുറവായിട്ട് തോന്നിയിട്ടുള്ളത്. സ്റ്റാൻഡേർഡ് ഫോം ആണ്, പക്ഷേ വീക്ക് ഫോട്ടൊക്കെ പക്കയാണ്. ഡബിൾ ടച്ച് ഇൻബിൽട്ട് ആയിട്ട് വരുന്നതും പിന്നെ സൂപ്പർ സബ് സ്കില്ലുള്ളതും ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ സ്പെഷ്യൽ സ്കില്ലായിട്ട് ഫെനോമിനൽ ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇത് അത്യാവശ്യം ഒരു നോക്കേണ്ട ഒരു കാർഡായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഈ പ്ലെയറിൻ്റെ അധിക കാർഡ്സ് ഗെയിമിൽ വന്നിട്ടില്ല. ഞാനിങ്ങനെ ഒരു പ്ലെയർ ഉണ്ടെന്ന് കേട്ടിട്ടും കൂടിയില്ല. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. അടുത്ത് നമുക്ക് ഈ ഒരു റൈറ്റിംഗ് ഫോർവേഡ് നോക്കാം. ലീ കാങ്ങിൻ റോമിംഗ് ഫ്ലാങ്ക് ആണ്. ആക്ച്വലി എനിക്ക് പ്രൊലിഫിക് വിങ്ങർ കാർഡ്സ് ആയിരുന്നു താല്പര്യം, എന്നാലും കുഴപ്പമില്ല. സ്പീഡ് കുറച്ച് കുറവായിട്ടാണ് ഈ ഒരു കാർഡ് തോന്നിയത്, പ്രത്യേകിച്ച് ഒരു വിങ്ങർ കാർഡായിട്ടും കൂടി. അൺവേവറിംഗ് ഫോമാണ് വരുന്നത്. അത്യാവശ്യം വീക്ക് ഫുട്ടൊക്കെ കുറവ് തന്നെയാണ്. അത്യാവശ്യം വേണ്ട ഫാസ്റ്റ് സ്കില്ലും ഡ്രിബിളിംഗ് സ്കില്ലും ഈ ഒരു കാർഡിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫെനോമിനൽ ഫാസ്റ്റ് ഉള്ളതും ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വിങ്ങിൽ അത്യാവശ്യം പാസ് എടുത്ത് ബിൽഡപ്പ് ചെയ്ത് കളിക്കാൻ പറ്റുന്നൊരു കാർഡ് തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിക്ക് ഡ്രിബിൾ ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ചും കൂടി വൈഡായിട്ട് കളിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് പ്രൊലിഫിക് വിങ്ങർ അല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു കാർഡ് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. പിന്നെ നിങ്ങൾക്ക് SS ആയിട്ടും അതുപോലെ AMF ആയിട്ട് സെൻട്രൽ അറ്റാക്ക് ഒക്കെ ചെയ്യുന്ന ഫോർമേഷനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും ഈ ഒരു കാർഡ് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. അവസാനമായിട്ട് ഈ ഒരു പാക്കിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കിടക്കുന്ന നെയ്മർ ജൂനിയറിൻ്റെ ക്രിയേറ്റീവ് പ്ലേ മേക്കർ കാർഡ്. ആക്ച്വലി നമ്മൾ യൂസേഴ്സ് ഒരുപാട് നാളായിട്ട് ചോദിക്കുന്ന ഒരു കാർഡാണ് നെയ്മർ ജൂനിയറിൻ്റെ ബ്ലിറ്റ്സ് കേളർ കാർഡ്. പക്ഷെ അവസാനം കൊണ്ടുവന്ന കാർഡ് ഇതായിപ്പോയി. പക്ഷേ പലരും ഈ ഒരു കാർഡ് അവോയ്ഡ് ചെയ്യുന്നത് മിക്കവാറും പ്ലെയിൻ സ്റ്റൈലിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെ ആയിരിക്കും. കാരണം അധികം ആൾക്കാരും ഈ ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കർ എന്ന് പറഞ്ഞ പ്ലെയിൻ സ്റ്റൈൽ പ്രിഫർ ചെയ്യുന്നില്ല. കൂടുതലും പ്രൊലിഫിക് വിങ്ങറോ അല്ലെങ്കിൽ ഹോട്ട് പ്ലെയർ ഒക്കെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ നിങ്ങൾ നല്ല രീതിക്ക് ഡ്രിബിൾ ചെയ്ത് കളിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ നെയ്മർ ജൂനിയറിൻ്റെ നല്ലൊരു കാർഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാർഡ് തീർച്ചയായും നോക്കാവുന്നതാണ്. പിന്നെ നെഗറ്റീവ്സ് ഉണ്ട്. ഫോം കുറവാണ്, ഇൻകൺസിസ്റ്റൻ്റ് ആണ്. മാത്രമല്ല ഇഞ്ചുറി റെസിസ്റ്റൻസ് കുറവാണ്. പിന്നെ ബ്ലിറ്റ്സ് കേളറിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ ഈ കാർഡ് കൺസിഡർ ചെയ്യുന്നെങ്കിൽ ചിലപ്പോൾ നിരാശപ്പെടേണ്ടി വരും. പക്ഷേ ഞാൻ പറയുന്നു, അത്യാവശ്യം നല്ല രീതിക്ക് പാസിങ് സ്കില്ലൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് ഈ ഒരു കാർഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്തായാലും അത്രയൊക്കെയാണ് ഈ ഒരു 3 കാർഡ്സിനെ പറ്റി പറയാനുള്ളത്. ഇനി ഈ ഒരു പാക്കിൽ എൻ്റെ ചോയ്സ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഈ ഒരു നെയ്മർ കാർഡ് അല്ല. കാരണം നമുക്ക് ഓൾറെഡി ഈ ഒരു അക്കൗണ്ടിൽ ബിഗ് ടൈം നെയ്മറിൻ്റെ കാർഡ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കാർഡ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാനാണ് പോകുന്നത്. പിന്നെ ഉള്ളത് ലീ കാങ്ങിൻ. ഞാൻ പറഞ്ഞു, ഞാനൊരു പ്രൊലിഫിക് വിങ്ങർ കാർഡാണ് കുറച്ചും കൂടി പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാർഡ് നമ്മുടെ ലിസ്റ്റിലില്ല. അവസാനമായിട്ട് ഈ ഒരു പാക്കിലുള്ളത് കിലിക്സോയുടെ ഈ ഒരു ഗോൾഡ് പൗച്ചർ കാർഡാണ്. ഇതെന്തായാലും എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് തന്നെയുണ്ട്. കാരണം ഇതുവരെ കളിപ്പിച്ചിട്ടില്ലാത്ത, ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു പ്ലെയറിൻ്റെ നല്ലൊരു കാർഡ്. അപ്പോൾ ആ കാർഡ് എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാനുള്ള ഒരു ആകാംക്ഷ എനിക്കുണ്ട്. സോ ഇതാണ് എൻ്റെ പിക്ക്. സോ ഇതിൽ നിങ്ങൾ ഏത് പ്ലെയറെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളതെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമ്മൾ ഈ ഒരു കാർഡിൻ്റെയൊക്കെ പ്രോഗ്രഷൻ ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, അത് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇനി സൈൻ ചെയ്ത അല്ലെങ്കിൽ സൈൻ ചെയ്യാൻ പോകുന്ന കാർഡ് ഏതാണെന്നും താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഓൾറെഡി സൈൻ ചെയ്ത് കളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കാർഡിനെ കുറിച്ചുള്ള ഒപ്പീനിയൻസും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.